ഹായ് ഹലോ. അപ്പോൾ നമുക്കിന്ന് അബുദാബിയിലെ അമ്പലത്തിൽ പോയ വിശേഷങ്ങളൊക്കെ കണ്ടാലോ? അപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ ആയിരുന്നു കേട്ടോ അമ്പലത്തിൽ പോയത്. അപ്പോൾ തന്നെ നല്ലൊരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തൊരു രസമാണെന്നറിയോ? ദേ ഈ കാണുന്നതാട്ടോ അമ്പലം. UAE-ലെ 7 എമിറേറ്റ്സിനെ സൂചിപ്പിക്കുന്ന പോലെ 7 ഗോപുരങ്ങളുണ്ട് കേട്ടോ ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ എല്ലാം പ്രത്യേകതയാണ് ആ അമ്പലത്തിൻ്റെ. നമുക്കവിടെ ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബാണ്. അതായത് ഒരു പീസ് മൈൻഡ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീലാട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും അലൗഡ് അല്ല, അതുകൊണ്ട് അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. ഉള്ളിൽ വൈറ്റ് കളർ മാർബിൾ വെച്ചിട്ടും പുറമേ ഒരു പിങ്ക് ഷെയ്ഡ്, അതായത് ഒരു മണ്ണിൻ്റെയൊക്കെ കളറ് ഒരു സ്റ്റോൺ വെച്ചിട്ടുമാണ് ഇതുണ്ടാക്കിയത്. രാജസ്ഥാനിൽ നിന്നും ഇറ്റലിയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന കല്ലും മാർബിളും ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു അമ്പലം നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനെക്കുറിച്ചിട്ട് ആധികാരികമായിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിനോട് ചോദിച്ചോളൂ കേട്ടോ. നമ്മൾ വല്ലതും പറഞ്ഞിട്ട് വല്ല പൊട്ടത്തരൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും പറയും, ഓ അവരൊക്കെ പൊട്ടത്തര പറഞ്ഞതെന്ന് പറയും. അതിലും ഭേദം പിന്നെ കൂടുതൽ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ അതായിരിക്കും നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോയിൽ എന്തോരം എന്ന് വെച്ചിട്ടാണ് പറയുക അല്ലേ. പിന്നെ ഞാനിപ്പോൾ കണ്ട വിശേഷങ്ങളൊക്കെ പറയാം. എന്താ കുറേ ഇങ്ങനെ ഈ കല്ലുകളിലൊക്കെ ഇങ്ങനെ കൊത്തുപണികളും ഒക്കെ ആയിട്ട്, അതായത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡിസൈനുകൾ ഓരോന്നും എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഓരോരോ പുരാണങ്ങളുടെ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും കേട്ടോ ആ കൊത്തുപണിയൊക്കെ ഉണ്ടായിരിക്കണേ. നല്ലൊരു രസമാണ് കാണാനായിട്ട്. ഭയങ്കര തണുപ്പുമായിരുന്നു, അത് വിൻ്റർ സീസണാണ്. പിന്നെ മൊത്തത്തിൽ നല്ല തണുപ്പും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഗാ ആരതിയൊക്കെ ഉണ്ടായിരുന്നു. പൊതുവേ നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ ദുബായിലായിക്കോട്ടെ ജബിലാലിലായിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഒരു അമ്പലമായിക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ കേരള ടൈപ്പൊന്നും അല്ല കേട്ടോ. നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു രീതിയൊന്നുമല്ല, ഒരു നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ആണെന്ന് തോന്നുന്നുണ്ട് ഇവിടുത്തെ ആ പൂജയും കാര്യങ്ങളൊക്കെ. ഒക്കെ കൊണ്ട് തന്നെ നമുക്കിതൊക്കെ ഒന്ന് അക്സെപ്റ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എല്ലാവർക്കും അങ്ങനെയാണെന്നറിയില്ല, എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ നാട്ടിലത്തെ അമ്പലത്തിൽ പോയ ആ ഒരു ഫീലൊന്നും എനിക്ക് ഈ അമ്പലങ്ങളിലൊന്നും വരുമ്പോൾ കിട്ടാറില്ല. എന്നാലും നമുക്കൊരു പോസിറ്റീവ് ഒരു എനർജി കിട്ടുമല്ലോ ഇവിടെയൊക്കെ പോകുമ്പോൾ അങ്ങനെ. പിന്നെ ഗംഗാരതിയൊക്കെ നല്ല രസമുണ്ടായി. നമുക്കും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ, പൈസ കൊടുത്ത് ലൈറ്റും ലോട്ടസൊക്കെ വാങ്ങിച്ചിട്ട്. അതൊക്കെ ഈ മണ്ണിൻ്റെ എണ്ണ ഒഴിച്ച് കത്തിക്കുന്ന ഇതൊന്നും അല്ല, ലൈറ്റാട്ടോ അതൊക്കെ. അങ്ങനെ അതൊക്കെ കണ്ട് ഗംഗാരതിയൊക്കെ കണ്ടു. അവിടെ നിന്ന് പ്രസാദം ഇങ്ങനെ പ്രസാദമൊക്കെ കിട്ടി. ഇതൊക്കെ കഴിച്ച് തിരിച്ചു പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കേ.